ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം, നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെയും എനർജി എന്താണ്. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി എന്ന് പറയുന്നത് 9 ഓഫ് പെൻറ്റിക്കിൾ ആണ് ഇവിടെ കാണുന്നത്. ഒരു മിസ്സിങ് എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 13 4 1 2 7 9. ഓക്കെ, ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ക്യൂൻ ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ സ്നേഹം എന്ന് പറയുന്നത്, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അടച്ചു വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അടച്ചു വെച്ചിരിക്കുന്നു എന്ന് വിചാരിച്ച് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളതല്ല, നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ചില നെഗറ്റീവ് എനർജികളെ കാണുന്നുണ്ട്. ചില നെഗറ്റീവ് വ്യക്തികളുടെ ഇടപെടൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്ന സ്ഥാനവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരുപാട് നെഗറ്റീവ്, അവരുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവർ നിൽക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് അവർ നല്ലൊരു വ്യക്തിയാണ്, പക്ഷേ അവർ നിൽക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് അവരെ ഒരുപാട് നെഗറ്റിവിറ്റീസ് അവരെ മൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കപ്പ് ഓപ്പൺ ചെയ്യുന്നതിൽ അവരുടെ മനസ്സ് ജഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. എന്ത് ചെയ്യണം, ഇത് ഓപ്പൺ ചെയ്യണമോ, നിങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കണമോ വേണ്ടയോ, നിങ്ങൾക്ക് കോൾ ചെയ്യണമോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിൽ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യും. നിങ്ങളെ ഉപേക്ഷിച്ചൊന്നും കളഞ്ഞിട്ടില്ല, പക്ഷേ അവരുടെ മനസ്സ് ജഗിൾ ചെയ്യുന്നതിന് കാരണം അവർ നിൽക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് ചില നെഗറ്റീവ് വ്യക്തികളുടെ ഇടപെടലുകൾ അല്ലെങ്കിൽ നെഗറ്റീവ് പ്രവർത്തനങ്ങളൊക്കെ കാരണമാണ് അവർക്ക് നിങ്ങളിലേക്ക് വരാൻ സാധിക്കാത്തത്. അവർ രണ്ട് മനസ്സോടുകൂടി ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെ അവർക്ക് നല്ല രീതിയിൽ മിസ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ പ്രതി നല്ലൊരു ഫീലിങ്സ് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സമയത്തും ഇപ്പോഴും അവർക്ക് നല്ല ഒരു നിങ്ങളെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം തന്നെയാണ് സ്വന്തം മനസാക്ഷിയോട് പറയുന്നത്. അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളോട് ചിലപ്പോൾ അവർ നല്ലതായിരിക്കും പറയുന്നത്, നിങ്ങളോട് അവർ നിങ്ങളെ ജയിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ വേണ്ടാധീനം പറയുമായിരിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെന്ന് തന്നെയാണ് അവരുടെ ചിന്ത. ഓക്കെ, ഇവിടെ അടുത്തത് വന്നിരിക്കുന്നത് ഏസ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. ഒരു ഗ്രോത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അത് ഒരു പക്ഷേ നിങ്ങളുടെ ഒരു എനർജി ആയിരിക്കും. ഒരു ഗ്രോത്ത് വേണമെന്നും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെയെല്ലാം ചില കൗൺസിലിംഗ് വഴി നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിച്ചുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പം നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്, അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നും അവർ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ റിലേഷൻഷിപ്പ് നല്ലതുപോലെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും പാസ്റ്റിലെ കാര്യങ്ങൾ, ഇവിടെ പാസ്റ്റ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിനെ കാര്യങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ പേഴ്സൻ്റെയോ നിങ്ങളുടെയോ ആയിട്ടുള്ള പാസ്റ്റ് ലൈഫിലെ കാര്യങ്ങൾ എടുത്തിട്ടിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത്. അപ്പോൾ ആ പാസ്റ്റ് ലൈഫിലേക്കുള്ള കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അതൊരു നിങ്ങൾക്കോ അവർക്കോ അത് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഒരു ഗ്രോത്ത് ഉണ്ടാകുകയുള്ളൂ, റിലേഷൻഷിപ്പ് നല്ലതുപോലെ പോകുകയുള്ളൂ. അതിന് നല്ലൊരു കൗൺസിലിംഗ് ആവശ്യമാണ് എന്ന് നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു, നിങ്ങളും അവർക്കായി കാത്തിരിക്കുന്നത് തന്നെയാണ് കാണുന്നത്. ലേസിനെസ് വന്നിട്ടുണ്ട്. കാരണം അവരുടെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നാൽ, ഇപ്പോൾ അവർ മറ്റൊരു വിവാഹം കഴിച്ചു പോയൊരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളില്ലാണ്ടിരിക്കുമ്പോൾ അവരുടെ ചുറ്റും, ഇതൊരു റാണിയാണ്, ആ റാണിക്ക് ഒരു കുറവും ഇല്ലെങ്കിൽ പോലും അവരുടെ മുഖം എപ്പോഴും വിഷാദത്തിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തൃപ്തിയല്ല, അവർ ആ ഒരു സന്തോഷത്തിൽ അല്ലെങ്കിൽ അവരിപ്പോൾ നിൽക്കുന്നതായിട്ടുള്ള ചുറ്റുപാടിലും അവർ ഹാപ്പിയല്ല, മാനസികമായും അവർ തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. എങ്കിലും മറ്റുള്ളവർക്ക് ആർക്കൊക്കെയോ വേണ്ടി അവർ നിന്നു കൊടുക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മാനസിക ബുദ്ധിമുട്ടിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. അവരുടെ ചുറ്റുമുള്ള ഒന്നിലെയും അവർ സന്തോഷിക്കാൻ സാധിക്കുന്നില്ല. 9 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. 9 ഓഫ് കപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നിങ്ങളുടെ സ്നേഹത്തെ അവർ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെ. ഇവിടെയും 9 ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. ഒരു മിസ്സിങ് എനർജി നല്ല രീതിയിൽ ഈ ഒരു എനർജിയിൽ കാണുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങൾക്കായിരിക്കാം, അതുപോലെ തന്നെ അവർക്കുമുണ്ട്. ഒരു മിററിംഗ് ആണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഹാപ്പി അല്ല. നിങ്ങൾ കൂടെ ഇല്ലാത്ത ആ ഒരു നിമിഷം അവർ ഒരുപാട് വിഷമിപ്പിക്കുന്നതായി കാണുന്നു. ചിലപ്പോൾ അവർ വിദേശ യാത്രകളിലായിരിക്കാം, അവർ ട്രിപ്പിലായിരിക്കാം, അവരുടെ കൂടെ മറ്റേതെങ്കിലും പങ്കാളികൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുമായിട്ടോ അല്ലെങ്കിൽ പാരൻസുമായിട്ടോ ഒക്കെ അവർ ഹാപ്പിയാണ് എന്ന്
സ്റ്റാറ്റസ് വഴിയും മറ്റുമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. പക്ഷേ ഒരിക്കൽ പോലും അവരെവിടെയൊക്കെ സഞ്ചരിച്ചെന്നാൽ പോലും നിങ്ങളുടെ ഓർമ്മ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അവർ നിങ്ങളിൽ നിന്ന് എത്രത്തോളം ദൂരെ മാറുന്നു, നിങ്ങളെ മാറ്റിയിട്ട് മറ്റൊരു വ്യക്തിയെ റീപ്ലേസ് ചെയ്യുവാൻ തീരുമാനിച്ചിട്ടും ഇപ്പോഴും അവരുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ്. മറ്റൊരു വ്യക്തിക്ക് ഇടം ഇതുവരെയും ലഭിച്ചിട്ടില്ല. പുറമേ ഒക്കെ ആൾ കൂടെ കാണുമായിരിക്കും, പക്ഷേ അവരുടെ മനസ്സിൻ്റെ ഇടം ഇപ്പോഴും നിങ്ങൾ തന്നെയാണെന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏസ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. ഒരു ഓഫർ തന്നാലോ എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് കടന്നു വരാൻ സാധിക്കാത്ത വണ്ണം വഴികളെല്ലാം ബന്ധായിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഒരുപാട് ഭാരങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അവർക്കൊരിക്കലും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വയ്യാത്ത വണ്ണം ഒരുപാട് സ്ട്രഗിൾ സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ഒരു പക്ഷേ അവരായിട്ട് ഉണ്ടാക്കി വെച്ചതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള വ്യക്തികൾ ഉണ്ടാക്കുന്നതായിരിക്കാം. ഓക്കെ, അവർ മാനസികമായും ശാരീരികമായും തളർന്ന ഒരവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അവർക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല. അവർക്ക് ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ അനുഭവിക്കുന്ന സിറ്റുവേഷനിൽ നിന്നും മാറിപ്പോകണമെന്നുണ്ട്. പക്ഷേ അവർക്ക് സാധിക്കാതെ ഇപ്പോഴും സ്റ്റക്ക് സിറ്റുവേഷനായിട്ടാണ് അവർ നിൽക്കുന്നത്. മാനസികമായും അവർ ശാരീരികമായും തകർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള ഓഫറും സ്നേഹവും എല്ലാം അവർ മനസ്സിൽ തന്നെ കരുതി വെച്ചിരിക്കുകയാണ്. അത് നിങ്ങളോട് പ്രകടമാക്കുവാൻ സാധിക്കില്ല. കാരണം അവരുടെ മുന്നിൽ വഴികളെല്ലാം അടഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അവരുടെ മനസ്സ് ജഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവർക്കൊരു തീരുമാനം എടുക്കുവാൻ സാധിക്കുന്നില്ല. ഉറപ്പായിട്ടും ഇവിടെ ഒരു 2 സിറ്റുവേഷനെ കാണുന്നുണ്ട്. അവരുടെ മനസ്സ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. അവരൊരുപാട് പ്രയോറിറ്റി കൊടുക്കുന്നതായിട്ടുള്ള ഒരു ഫാമിലി ഇവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ജോലി ആയിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ മറ്റു ചില വ്യക്തികളായിരിക്കാം. ആ ഒരു കാര്യത്തിൽ അവർക്ക് നിങ്ങളിലേക്ക് കടന്നു വരാനും പറ്റുന്നില്ല. അതുപോലെ തന്നെ അവർ മറ്റു ചില കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ അവർ പ്രയോറിറ്റി കൊടുത്ത് നിർത്തിയിരിക്കുന്ന ആ ഒരു പെൻഡിക്കിളിലേക്കല്ല അവർ നോക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ പ്രയോറിറ്റി കുറഞ്ഞിരിക്കുന്നുവെങ്കിൽ അതിലേക്കാണ് അവർ നോക്കുന്നത്. ഇതിനെ നഷ്ടപ്പെടുത്തണമോ, ഇതെനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഭയത്തോടു കൂടി അത് ബാലൻസ് ചെയ്യുവാൻ അവർ നോക്കുന്നുണ്ട്. നിങ്ങളൊരിക്കലും അവർക്ക് നഷ്ടപ്പെട്ടു പോകരുത്. അവരിപ്പം ഓൾറെഡി മറ്റേ എന്തോ ഒരു കാര്യത്തിന് അവർ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെന്നുള്ള ആ ഒരു പ്രയോറിറ്റി താഴെ വന്നപ്പോൾ ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്, വേറൊരു വ്യക്തിയുടേത് ആയി പോകരുത് എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്ന് അവർ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ റിലേഷനെ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇത് അവർക്ക് ഏറ്റവും പ്രയോറിറ്റി ഉള്ള കാര്യമായിരിക്കും. ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണെങ്കിൽ തന്നെയും അവരുടെ ഫാമിലി അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നതോടൊപ്പം തന്നെ നിങ്ങളെ അവർക്ക് നഷ്ടപ്പെടുത്തി കളയുവാനും പറ്റാതെ എന്തെങ്കിലും രീതിയിലൊരു പോസിബിലിറ്റി ഇവിടെ ഉണ്ടോ എന്ന് അവർ അന്വേഷിക്കുന്നുണ്ട്. നഷ്ടപ്പെടാത്തവണ്ണം അവർ സൂക്ഷിക്കുന്നതുമുണ്ട്. ഓക്കെ, അവർ അത് ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ ഒരുപാട് കഷ്ടപ്പെടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അവരുടെ മാനസിക നിലയെന്ന് പറയുന്നത് ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ചാരിയറ്റിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. ഇവിടെ ഒരു യാത്രയാണ് കാണുന്നത്. നിങ്ങളെ പ്രതിയാണ് ഈ ഒരു എനർജി വന്നിരിക്കുന്നത്. നിങ്ങളൊരു പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ മടുത്തു പോയിട്ട് ചാരിയറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇനി സഹിക്കുന്നതിൽ അപ്പുറമായി കഴിഞ്ഞു. നിങ്ങളുടെ നല്ല ജീവിതത്തിൻ്റെ നല്ലൊരു സമയവും നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സുഖവും എല്ലാം നിങ്ങളിവിടെ ഹോമിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് പെയിൻ സിറ്റുവേഷൻ വന്നിരിക്കുന്നു. നിങ്ങളിപ്പോൾ വളരെ ശാരീരികമായും മാനസികമായും തകർന്നിരിക്കുന്ന അവസ്ഥ. നിങ്ങളുടെ വർഷങ്ങളാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാത്തിരുന്നു നിങ്ങൾ മടുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്തിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ മൂവ് ഓൺ ചെയ്തത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ നോക്കുന്നത്. കാരണം നീഴലിനെ പോലെയാണ്, നിങ്ങൾ എത്രത്തോളം അടുക്കുന്നോ അത്രത്തോളം അത് അകന്നു പോകുകയും നിങ്ങൾ അതിൽ നിന്ന് മാറിപ്പോകുമ്പോൾ അത് തിരിച്ച് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകുന്നത് പോലെയാണ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം നിങ്ങൾ മൂവ് ഓൺ ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ, ചാരിറ്റി വന്നു, നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. നിങ്ങൾ
നിങ്ങളെ നഷ്ടപ്പെടുത്തുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. 9 ഓഫ് പെൻറ്റിക്കിൾ എന്ന് പറയുന്നത് നിങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും മിസ്സിങ് എനർജി നല്ല രീതിയിലുണ്ട്. ഒരുപാട് വാല്യൂ നിങ്ങളുടെ പേഴ്സണ് കൊടുക്കുന്നു, അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും വാല്യൂ കൊടുക്കുന്നു. ഇത്രയും നാൾ നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കാം പ്രയോറിറ്റി കൊടുത്തത്, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും പ്രയോറിറ്റി കൊടുത്തത്. എന്നാൽ ഇപ്പോൾ അവർ നോക്കുന്നത് നിങ്ങളുടെ കെയറിങ്ങും സ്നേഹവും ഒക്കെയാണ് അവർ നോക്കുന്നത്. നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളെയാണ് അവർ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഇപ്പോൾ പൊട്ടിച്ചെറിയുവാൻ അവർ തീരുമാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ സംബന്ധിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെയും അവർക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സമയമെല്ലാം നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വേസ്റ്റാക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനെ, ആ ഒരു കംഫർട്ട് സോണിനെ പൊട്ടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്രീ ആകുവാൻ പോകുകയാണ്. നിങ്ങൾ മാനസികമായി സന്തോഷത്തിലേക്ക് കടന്നു പോകുവാൻ നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു എനർജി കൂടി ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടുള്ള എനർജി. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങൾക്കൊരു റീയൂണിയൻ സാധ്യമാകുമോ എന്ന്. ഓക്കെ, നിങ്ങളിതിലൊരു കാർഡ് സെലക്ട് ചെയ്ത സെലക്റ്റീവ് കാർഡാണ്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ ഒരു റീയൂണിയന് സാധ്യതയുണ്ടോ? ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് കൂടി ഇതിൻ്റെയോടൊപ്പം എടുക്കുകയാണ്. ഓക്കെ ഓക്കെ ഫസ്റ്റ് സെക്കൻഡ്. ഓക്കെ, നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക. നല്ല രീതിയിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിച്ചതിന് ശേഷം, നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം ആറാംസെ ഒരു കാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ഉണ്ടാകുമോ എന്ന് നോക്കാം. ഇവിടെ ഒരു റീയൂണിയൻ്റെ കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇത്രയും നാളും നിങ്ങൾക്ക് ജസ്റ്റിസ് തരാതെ മറ്റു ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ എഫേർട്ട് ഇട്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇട്ട് തളർന്ന് അവരുടെ മുന്നിൽ പലപ്പോഴും യാചിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടായിരിക്കാം. നീതിക്ക് വേണ്ടിയിട്ട്, ജസ്റ്റിസിന് വേണ്ടിയിട്ട് നിങ്ങൾ യാചിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ കൊടുത്ത സ്നേഹത്തിനെല്ലാം പകരം നിങ്ങൾ ചോദിച്ചിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടാതിരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടായിരിക്കാം. തേർഡ് പാർട്ടിയുടെ ഭാഗത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ കോൾ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് കരഞ്ഞ് അവരോട് യാചിച്ചിട്ടുണ്ടായിരിക്കാം. ചതിക്കരുത് എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോഴൊന്നും നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുവാൻ തയ്യാറാകുന്ന ഒരു എനർജിയാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് തരുവാൻ തീരുമാനിക്കുന്നു. സെലിബ്രേഷനാണ് വരുന്നത്. ഒരു റീയൂണിയൻ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ പ്രപഞ്ചം നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു സന്തോഷം, സെലിബ്രേഷൻ നിങ്ങൾക്ക് നൽകുന്നതായി കാണുന്നു. നിങ്ങളുടെ പേഴ്സൺ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്? ഓക്കെ, ഇവിടെ ടെമ്പറൻസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ ചില കാര്യങ്ങൾ ബാലൻസിങ്ങിൽ വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇതുവരെയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിൽ വന്ന് വീണ്ടും സ്നേഹത്തോടു കൂടി നിങ്ങളോട് മുന്നോട്ട് പോകുവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അപ്പോൾ നമുക്ക് നോക്കാൻ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് റീയൂണിയൻ സാധ്യമാകുമോ? റീയൂണിയന് ഇവിടെ പോസിബിലിറ്റി കുറച്ചൊന്ന് കുറവാണ്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ ഇടയിൽ മനഃപൂർവ്വമായിട്ട് വിട്ടൊഴിഞ്ഞു പോകാത്ത ഒരു വ്യക്തി നിങ്ങളെ റിലേഷനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് മെനക്കെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരിക്കലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്താതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ തയ്യാറായി. അത് എത്ര നാൾ പോരാടണമോ അത്ര നാളും പോരാടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. സാഹചര്യം വളരെ പ്രശ്നം സൃഷ്ടിക്കുന്നതായിട്ടുള്ള, നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നാകാം, നിങ്ങളെ നല്ല രീതിയിലൊന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷേ നിങ്ങളെ ഒന്നാകാൻ സമ്മതിക്കാതെ, പ്രശ്നങ്ങളെ നിങ്ങൾ പോലും അറിയാതെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ ഒരു വ്യക്തി നിൽക്കുന്നതായി കാണാം. ആ വ്യക്തി നിങ്ങളെ ഒന്നിക്കുന്നതിന് തടസ്സം നിൽക്കുന്നു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡുകാർക്ക് ഈ റീയൂണിയന് സാധ്യതയുണ്ടോ? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇവിടെ ഹെർമിറ്റ് മൂഡിലാണ് രണ്ടുപേരും. നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രപഞ്ചം
എന്തെങ്കിലും കാണിക്കുന്നെങ്കിൽ കാണിക്കട്ടെ എന്നുള്ള ആ ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പരസ്പരം നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളുടെ പേഴ്സണാണ് പ്രശ്നമെന്ന്, നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നു നിങ്ങളാണ് പ്രശ്നമെന്ന്. എന്നാൽ രണ്ടിൻ്റെയും ഇടയിൽ ഒരു വ്യക്തിയുള്ള കാര്യം നിങ്ങൾക്ക് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും മാനസികമായും ഒരു ഒറ്റപ്പെട്ടു പോയി എലോണായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ രണ്ടുപേരുടെ ഭാഗത്ത് നിന്നും എല്ലാ കാര്യത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. ഇനി പ്രപഞ്ചം എന്തെങ്കിലും കാണിക്കുന്നെങ്കിൽ കാണിക്കട്ടെ എന്നുള്ള രീതിയിൽ സറണ്ടർ ആയിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് നിങ്ങളിലേക്ക് വരണമെന്നൊക്കെ അവർക്കുണ്ട്. കാരണം അവർ വിചാരിക്കുന്നത് നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ല, നിങ്ങളായിട്ടാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിലേക്ക് ഒരു ഓഫറുമായി വരുന്നതിന് പോലും മടിയാണ് അവർക്ക് തോന്നുന്നത്. അവർ വേണ്ട, ചിലപ്പോൾ തോന്നും ആ ഓഫറുമായിട്ട് ചെല്ലാം, ചിലപ്പോൾ തോന്നും ആ വേണ്ട എന്തിനാ പോകുന്നത് എന്ന് വിചാരിച്ച് മടിച്ചു പോകുന്നു, പകുതിക്ക് വെച്ച് നിന്ന് പോകുന്ന ഒരു സിറ്റുവേഷനെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ വഴക്കുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വാക്കുകളൊക്കെ അവർ പിൻവലിക്കുവാൻ അവർ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്. അങ്ങനെ ചെയ്തത് ശരിയായില്ല, ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ തോന്നലുണ്ട്. അപ്പം എന്തൊക്കെയോ അവർ പറഞ്ഞതിൻ്റെ മേലിൽ നിങ്ങളിലേക്ക് വരുന്നതിലും അവർക്കൊരു സ്റ്റക്നെസ് ഇവിടെ കാണുന്നുണ്ട്. മുന്നോട്ട് പോകുന്നതിൽ ഒരു മടി, നിങ്ങളെ ഫേസ് ചെയ്യുന്നതിൽ ഒരു മടി, നിങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, നിങ്ങളെ ഫേസ് ചെയ്യുക എന്നുള്ളത് ഒരു മടിയായിട്ട് നിങ്ങൾ ഇനി എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നൊക്കെ ഓർത്തിട്ട് അവർക്കൊരു മടി ഇവിടെ ഉള്ളതായി കാണുന്നു. ഇഷ്ടക്കേടില്ല, ഇഷ്ടമുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അപ്പം റീയൂണിയന് വേണ്ടിയിട്ട് അവരും ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു വ്യക്തി പ്രവർത്തിക്കുന്നതായി കാണുന്നു. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് റീഡിങ്. നിങ്ങൾക്കത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആ ഒരു എനർജി കൂടി ഇതിൽ പിക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും കറക്റ്റായിട്ടുള്ള എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.